ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഡൽഹിയാണ്. മോർണിംഗ് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റ്, അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിൾ, ഇതൊക്കെ കാണാൻ, കുത്തബ് മിനാറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടുള്ളത് മല്ലു സിംഗിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡൽഹി ടു മണാലി പാക്കേജ് പ്ലസ് ഡൽഹിയിലെ സ്റ്റേയും ട്രാൻസ്പോർട്ടേഷനും മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഫുഡും അതുപോലെ ഇൻ ബിറ്റ്വീനുള്ള ട്രാവലൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്തത്. മാഡം എന്താണ് ഫുഡ് കഴിക്കുന്നത്? ആലു പറാത്ത. ആലു പറാത്ത അല്ല, പനീർ പറാത്ത. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല പനീർ പറാത്ത അതൊക്കെ കഴിച്ചതിടാ. ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇങ്ങനെ നമ്മുടെ മാള് ഇവിടെ പണങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതെ, പിന്നെ UP ഹണിമൂണ് വന്നിട്ട് മാളുവിനെ മൈൻഡ് ചെയ്യാണ്ടതാ വേറൊരു റൂമിലേക്ക് ഇരിക്കുന്നു. അങ്ങനെ ഒരു പറഞ്ഞ അല്ല, എന്റെ ഭർത്താവിനെ കൂട്ടുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഊബർ എടുക്കുക തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് മെട്രോയിലും പോവാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഹോട്ടല് കരോൾ ബാഗ് റീജിയനിലാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു 500 മീറ്റർ ഇല്ല നടക്കാൻ തോന്നുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ മെട്രോയിൽ കയറിയിട്ടും ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാം. പക്ഷെ ഞങ്ങൾ പിന്നെ 4 പേരുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് അതുവരെ നടക്കാനുള്ള മടിവ് കാരണം ഞങ്ങൾ ഊബർ എടുത്തു. അതിനിടയിൽ ഇവിടെ വഴക്കോടിക്കൊണ്ടിരിക്കുന്ന മാളും UPയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഊബർ ഇപ്പം എത്തും. അപ്പം ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് കാണാം. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി വരുന്നു. എവിടെ? നമ്മുടെ ഊബർ എത്തി. നല്ല തണുപ്പാണ് കേട്ടോ ഡൽഹിയിൽ. ഇവിടുത്തെ തണുപ്പ് ഇങ്ങനെയാവുമ്പോൾ മണാലിയിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതാണ് പിന്നെ വേറൊരു സത്യം. കറക്റ്റ്. പിന്നെ നമ്മുടെ പാക്കേജ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൽഹി ടു മണാലി നമ്മൾ സ്റ്റേ, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഡിന്നർ, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഡൽഹിയിൽ നമ്മുടെ പിക്കപ്പ്, അതായത് എയർപോർട്ടിൽ നിന്നുള്ള പിക്കപ്പ്, അതുപോലെ തന്നെ ഡ്രോപ്പും, പിന്നെ ഇനിയിപ്പം ഞങ്ങൾ മണാലിക്കുള്ള ബസ് കയറാനുള്ള പിക്കപ്പ്, ആ സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ്. സ്റ്റേയും വേറൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഫുഡും ഈ പറഞ്ഞ ട്രാവലുകളും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് അല്ലാണ്ട് നമ്മൾ തന്നെ എടുക്കുക ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ചെയ്തു തരും. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കാം മല്ലു സിംഗിനെ. അങ്ങനെ നമ്മളിതാ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അണ്ടർ പാസിലൂടെയാണ് പോകേണ്ടത്. അപ്പുറത്തെ സൈഡിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് ആ വേ. അപ്പോൾ ഇതിനകത്തുകൂടി നടന്നിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തും. പിന്നെ ഇത് ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് രാഷ്ട്രപതി ഭവനൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പം സമയം എത്രയെന്ന് നിങ്ങൾക്കറിയോ? 8 മണി കഴിഞ്ഞു, 8:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞൊരു 7 മണി സെറ്റപ്പാണ്. എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂടി പിടിച്ച ക്ലൈമറ്റ് ആണോ ഡൽഹിയിൽ. തണുപ്പും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. പിന്നെ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ഭാഗം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ. പക്ഷെ ഞങ്ങൾ നിന്ന സ്ഥലം, അവിടുന്ന് വരുന്ന വഴികളൊക്കെ ശോകം എന്ന് പറഞ്ഞാണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പക്ഷേ അടിപൊളിയാണ്, ഭയങ്കര ക്ലീൻ സ്ഥലമാണ്. പിന്നെ ഈ അണ്ടർപാസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള കുറേ ബോർഡ്സും, അതുപോലെ തന്നെ കുറേ ഫോട്ടോഗ്രാഫ്സും, പഴയ ഹിസ്റ്ററീസൊക്കെ ഉള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഗൈസ്, നമ്മൾ ഫൈനലി ഇന്ത്യ ഗേറ്റ് കണ്ടു. ഫോട്ടോസിൽ മാത്രം കണ്ടു പരിചയമുള്ള സാധനമാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് ഡിസംബറിൽ. ഓ മൈ ഗോഡ്. അപ്പം അതാ എൻ്റെ മുമ്പിൽ ഈ കാണുന്നതാണ് നമ്മുടെ
സാക്ഷാൽ ഇന്ത്യ ഗേറ്റ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പടം നേരിട്ട് കാണുന്നു. 1931 കേട്ടോ ഇന്ത്യ ഗേറ്റ് സ്ഥാപിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വാർ മെമ്മോറിയൽ ആണ്. നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് പട്ടാളക്കാരുടെയും ജവാന്മാരുടെയും ഒക്കെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് ഉണ്ടാവും കേട്ടോ. നമ്മൾ പിന്നാലെ നടന്ന് വെറുപ്പിക്കും. അവർ 20 rupees 30 rupees എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പിന്നാലെ കുറേ പേര് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ക്യാമറയും അതുപോലെ തന്നെ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 9:45 10 മണി സമയമൊക്കെ ആയി കേട്ടോ. പക്ഷെ കണ്ടാൽ തോന്നില്ല ഒരു 8 മണി ആയി എന്നൊക്കെ തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഒരു ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിനി ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ഊബർ എടുത്തിട്ടാണ് കേട്ടോ ലോട്ടസ് ടെമ്പിളിലേക്ക് പോയത്. നമുക്ക് ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മെട്രോ യൂസ് ചെയ്യാം. കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് ഒരു 500 മീറ്റർ എങ്ങാണ്ടുള്ളൂ നടക്കാൻ. ആണെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് പോവാം. പക്ഷെ ഞങ്ങൾ ഊബർ എടുക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് പിന്നെ എന്താ പറയുക, കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. പക്ഷേ ഉച്ച സമയവും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മെട്രോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ടൈം ഉണ്ടെങ്കിൽ ഊബർ എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങളിതാ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഞങ്ങളുടെ ഊബർ ഡ്രൈവർ ഇവിടെയാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഒരു 100 meters. നമ്മളതിൻ്റെ എൻട്രൻസിൽ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ബഹായി ആരാധനാലയമാണ്. അതായത് ബഹായി ഹൗസ് ഓഫ് വർഷിപ്പ്, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി മത ഭേദം എന്നീ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാവുന്നതായിട്ടും എല്ലാ മനുഷ്യരും ഒന്നാന്നുള്ളൊരു കോൺസെപ്റ്റുകളുള്ളൊരു ബഹായി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അപ്പം ഇവർക്ക് 8ഓളം ആരാധനാലയങ്ങളുണ്ട് ഇങ്ങനെ ലോട്ടസ് ടെമ്പിൾ പോലെ നമ്മുടെ കോണ്ടിനെൻസിലൊക്കെ ഓരോരോ കോണ്ടിനെൻസിലൊക്കെ ആയിട്ടും അങ്ങനെയാണ് അവർ പറയുന്നത്. പിന്നെ അവർക്ക് അതുപോലെ തന്നെ അവിടെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റും അതിനകത്തിരുന്നിട്ട്. പിന്നെ അവരുടെ ഈ ബഹായി ഈ ഒരു കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററിയും എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതും കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അപ്പം ഇതിനകത്ത് ഇപ്പം മെയിൻ്റനൻസ് വർക്ക് നടക്കായതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വായിച്ചിട്ടൊക്കെ പോരുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റോളം നമ്മൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. പിന്നെ അതിൻ്റെ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. എക്സിബിഷൻസ് ഒക്കെ ഉണ്ട് അവിടെ, നമുക്കതൊക്കെ നടന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഊബർ എടുത്തതാ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള കുത്തബ് മിനാർ കാണാൻ വേണ്ടി വന്നതാണ്. ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ടതാ നമ്മള് കുത്തബ് മിനാർ. ഞങ്ങൾ ക്യാബിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് നടന്ന് വൈകിയായിരുന്നു. നമുക്ക് കുത്തബ് മിനാർ കാണാം. ഇപ്പൊ സമയത്തിന് 1 മണി ആവാറായി കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. പക്ഷെ ഇവിടെ വെയിലൊന്നും ഇല്ല, തണുപ്പാണ് ഇപ്പോഴും. ഒരിങ്ങനെ മൂടിപ്പിടിച്ച ക്ലൈമറ്റ്. ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ടേ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാന്ന് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട് ഇതിന്റെ പുറത്ത്, അവിടെയാണ്.
എവിടെ കുത്തപ്പുറം പോരെ 40 രൂപയുടെ ചായ. ഹൈജീനൊക്കെ കണക്കായിരിക്കും. 40 രൂപയുടെ ചായ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു ബേൽപൂരി വാങ്ങിച്ചു, 2 സ്വീറ്റ് കോൺ മേടിച്ചു. ബേൽപൂരി കൊള്ളൂലായിരുന്നു. അത് നിങ്ങൾക്ക് യുപിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും യു പി ഉദ്ദേശിച്ച ബേൽപൂരി ഇതല്ലായിരുന്നു, കൊള്ളൂലായിരുന്നു കേട്ടോ. അങ്ങനെതാ നമ്മൾ അവിടുന്ന് പിന്നെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഓൺലൈനിലാണ് എടുത്തത്. അവിടെ വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ അപ്പം തന്നെ എടുത്തിട്ട് കയറാണ് ചെയ്തത്. ടിക്കറ്റ് എടുക്കാൻ വേറൊരു ക്യൂ, അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ക്യൂ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഓൺലൈൻ എടുത്തത് കൊണ്ട് പെട്ടെന്ന് അകത്ത് കയറി കേട്ടോ. നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുത്തബ് മിനാറിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈൻ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഫോണും ക്യാമറയൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ട്രൈപോഡ് അങ്ങനത്തെ സ്റ്റിക്കുള്ള സാധനങ്ങളൊന്നും നമുക്ക് അതിനകത്ത് കയറ്റാൻ പറ്റില്ല. കയറ്റാം, പക്ഷെ അവർ ഉപയോഗിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. ഫോണ് അല്ലെങ്കിൽ ക്യാമറയൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതികളിൽ ഒന്നാണ് കേട്ടോ കുത്തബ് മിനാർ. അതുപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ് കേട്ടോ ഈ കുത്തബ് മിനാർ. അതുപോലെ തന്നെ ഇത് ഡൽഹിയിൽ മെഹ്റൂളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുത്തബ് മിനാർ ഉള്ളത്. അതുപോലെ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു റൂളറായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ഡൽഹി സുൽത്താനേറ്റ്സ്, അതായത് മുഗൾസ് ഭരണത്തിലേക്ക് വരികയും അതിനകത്തുള്ള ഫസ്റ്റ് റൂളറായിട്ടുണ്ടായിരുന്ന കുത്തബ് ഉദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന റൂളറാണ് ഈ ഒരു കുത്തബ് മിനാർ പണിയാൻ തുടങ്ങുന്നതും. ഫിറൂസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന രാജാവ് അതിൻ്റെ കുറച്ച് ബാക്കി പണികളൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ആർക്കിടെക്ചറാണ്. ഒരു ഇസ്ലാമിക് ട്രഡീഷണൽ ഇസ്ലാമിക് ആർക്കിടെക്ചറും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ ആർക്കിടെക്ചറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അതിനകത്തൊക്കെ കുറേ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഒരു വിക്ടറി ടവറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കോംപ്ലക്സ്, ഇതൊരു കുത്തബ് കോംപ്ലക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനകത്ത് മോസ്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ തകർന്നു പോയി, അതിൻ്റെ റിമൈനിങ്സ് ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനകത്തുനിന്ന് നടന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ ഒരു ടോംബുണ്ട്. ഇതാണ് അല്ലേ ഇൽത്തുമിഷിന്റെ ടോംബ്. ശവകുടീരം അല്ലേ? ഓക്കെ, വിഷയം വ്യൂ. നോക്കടാ തത്തമ്മേനെ, കുറേ തത്തമ്മകളുണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ പുറത്ത് വരുമ്പോൾ നമുക്കൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെ കാണാൻ പറ്റും. ഇതാണ് അലൈ മിനാർ എന്ന് പറയുന്ന അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുത്തബ് മിനാറിനെക്കാട്ടിലും ടോളസ്റ്റ് ആയിട്ട് പണിയണം എന്ന് ആഗ്രഹിച്ച് അലാവുദ്ദീൻ ഖിൽജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി അയാൾ പെട്ടെന്ന് മരണപ്പെടുകയും ഇത് ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റിൽ അതിൻ്റെ റിമൈനിങ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ.
അതിൻ്റെ ഒരു ഹിസ്റ്ററി അവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോസ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുത്തബ് മിനാർ കണ്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മാളു കുത്തബ് മിനാർ? വളരെ മോശം. കാരണം അടിപൊളിയായിരുന്നു, ബട്ട് ഭയങ്കര എന്തോ ഒരു സെറ്റ് ആവുന്നില്ല. തിരക്ക്, ബഹളമൊക്കെയാണ്, ട്രാഫിക്, പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മാനേജ്മെന്റ് കുറച്ചുകൂടെ നല്ലതാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം അവിടുത്തെ കുറച്ച് എന്താ പറയുക, നമുക്കത് ഫീൽ ചെയ്യും പ്രോപ്പർലി മാനേജ്ഡ് അല്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, നമ്മൾ ഫ്രഷപ്പ് ആയിട്ട് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. നമ്മളെ ക്യാബ് ഡ്രൈവർ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തു. ഈ ഒരു പിക്കും ഡ്രോപ്പും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ പാക്കേജിനകത്ത്. അവിടുത്തെ നമ്മൾ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 7 അടുത്തുള്ള ISBT ബസ് സ്റ്റോപ്പിനകത്തു നിന്നാണ് നമ്മുടെ മണാലിയിലേക്കുള്ള ബസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കൊന്നും ഉണ്ടായിരുന്നേ. 8:30 പറഞ്ഞത് എത്താൻ വേണ്ടിയിട്ട് 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അയാൾ വിളിച്ച് നമ്മളടുത്ത് എല്ലാവരുടെ അടുത്ത് ഈ ഭാഗത്തേക്ക് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബസ് ഇപ്പോൾ വരും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തും കേട്ടോ ബസ് എവിടെയോ, പക്ഷെ അവിടെ ഭയങ്കര റേറ്റാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാർസൽ മേടിച്ചു. അതെ, 8:15 വരാമെന്ന് പറഞ്ഞ ബസ് ഇപ്പോഴും എത്തിയിട്ടില്ല. ബസ്സിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ട്. സോ നമ്മുടെ ബസ് വന്നു. അപ്പോൾ ഇനി നമുക്ക് മണാലിയിൽ വെച്ച് കാണാം. ഓഫ് ടു മണാലി. 8:45 ആയപ്പോൾ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനി ബാക്കി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം ബൈ ബൈ.